ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറഞ്ഞ കോഴിക്കറിയാണ്. ഞാൻ വേണ്ട വേണ്ട എന്ന് ഒരുപാട് തവണ പറഞ്ഞതാണ്. പക്ഷെ എന്റെ വീട്ടിലും 3 കോഴിയുണ്ട്. അവരെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്കത് ഉണ്ടാക്കാം പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ശ്രമിക്കാം. നമുക്ക് ഒരു കോഴിക്കടയിൽ നിന്ന് മേടിക്കുന്നത് നല്ലതല്ലെങ്കിൽ വീട്ടിൽ വന്ന് അതിന് പറ്റില്ല. അപ്പൊ കോഴിക്കടയിൽ നിന്ന് കോഴീനെ മേടിച്ച് നമ്മള് തിരിച്ചു കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ആ കോഴീനെ മാറ്റി വെക്കാം. കോഴിക്കറി ഉണ്ടാക്കാൻ ഇവിടെ ഇത്ര കിടന്ന് മോങ്ങുന്നത് എന്തിനാ? ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? കോഴീനെ കണ്ട് എടുക്കണം. തപ്പുളം പൊട്ടൻ ഒരു തൊട കണ്ടില്ലേ? എന്നിട്ടുണ്ടല്ലോ ഇവനെ കയ്യിലിട്ട് മുറിച്ച് മുറിച്ച് പയ്യെ, അയ്യോ കൈ മുറിഞ്ഞു. എന്നിട്ടുണ്ടല്ലോ നമുക്കിനി ഇൻഗ്രീഡിയൻസിലോട്ട് കടക്കാം. ഇനി സവാള എടുക്കണേ. സവാള അരിക്കുമ്പോ ഒരു കാര്യം ആലോചിക്കണം, നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ നമ്മള് കണ്ണടച്ച് വേണം മുറിക്കാൻ. ഇനി പച്ചമുളക് എടുക്കണേ. പച്ചമുളക് സാധനം ഉണ്ടേ, ഇത് ഞാൻ പറയില്ല, പാട്ട് പാടിത്തരാം. ഇഞ്ചി, അത് കഴിഞ്ഞാലുണ്ടല്ലോ മഞ്ഞൾ, സേവ, മഞ്ഞപ്പൊടി, ഇനിയും സാധനങ്ങളുണ്ട് കേട്ടോ. പടം കാണുന്ന ലാഘവത്തോടെ ഉണ്ടാക്കാനുള്ളതല്ല കോഴിക്കറി. വെട്ടിന് കൊന്ന കോഴി കഷ്ണമാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ? അതവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ചതിന്റെ മേത്ത് തേച്ച് പിടിപ്പിക്കുക. മാറ്റി വെക്കുക. ഇനി ചീനച്ചട്ടി നോൺ സ്റ്റിക്ക് തന്നെ വേണം. എണ്ണ ചെലവാകത്തില്ല, ഓർത്തോ? എണ്ണ ചെലവായെന്ന് പറഞ്ഞ് കെട്ടിയോൻ വന്ന് വഴക്ക് പറഞ്ഞ എന്നെയൊന്നും പറഞ്ഞേക്കരുത്. എണ്ണ വേണ്ട. ഈ കോഴി എല്ലാം കൂടെ പെരട്ടി വെച്ചിരിക്കുന്ന ഈ ഇടുക. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പോ നമുക്ക് ചെയ്യാനുള്ളത് പറഞ്ഞാ ഇത്തിരി ഉപ്പിടണം. ഉപ്പ് എന്ന് പറയുമ്പോ നിങ്ങൾ എത്ര വേണം ചേട്ടോ, പക്ഷെ എന്റെ കോഴിക്കറിയില് ഇത്തിരി ഉപ്പ് മതി. ഉപ്പ് മാത്രം ഇട്ടാ മതിയോ? മസാല പിന്നെ ചേർക്കണ്ടേ? ഓപ്പൺ ചെയ്തിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ മസാല അങ്ങോട്ട് ഇടണം. അതങ്ങോട്ട് ഇങ്ങനെ ഇളക്കണം. ഇനി ആവശ്യമില്ല, ഇളക്കേണ്ട കാര്യമില്ല. ചീനച്ചട്ടി മൂടി അങ്ങ് വെച്ചാ മതി. ആവി കൊണ്ട് അതങ്ങ് വെന്തോ. ഇളക്കി കണ്ടോ? കോഴി തിളച്ചു മറിയുന്ന കാണാൻ എന്ത് രസാ. അതുകൊണ്ട് അധികം താമസിക്കണ്ട. തിളച്ചു വാങ്ങിയ കോഴി മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാനാ? പറ്റില്ലല്ലേ? ഈ കൈ ഇറക്കണോ? പറ്റില്ല. അധികം കറിവേപ്പില ഇട്ട അത് മാത്രമേ കടിക്കാൻ കാണത്തുള്ളൂ. അതുകൊണ്ട് അധികം വെച്ച് താമസിപ്പിക്കണ്ട. എല്ലാവരുടെയും പ്ലേറ്റിലോട്ട് നിരത്തി അങ്ങ് വിളമ്പ. ചോറായാലും കപ്പയായാലും ചപ്പാത്തി ആയാലും അങ്ങ് ഒട്ടിച്ചു വിടാം. ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കോഴിക്കറി തൊടില്ല. നമുക്കുമില്ല വികാരങ്ങൾ. ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റി ട്രയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു നാടൻ കോഴിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. പണ്ട് കാലത്തുള്ളവരൊക്കെ മസാലയൊക്കെ വറുത്ത് അമ്മിക്കല്ലിൽ അരച്ച് കറി വെക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കറി വെക്കുമ്പോൾ നമുക്കൊരിക്കലും കിട്ടാറില്ല. പക്ഷേ ഇന്ന് ആ ഒരു വിഷമം നമുക്ക് മാറ്റിയെടുക്കാം. ഇന്ന് നമുക്ക് ചിക്കൻ വറുത്തരച്ചത് ഒന്ന് കറി വെച്ച് നോക്കാം. അപ്പോൾ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനായിട്ട് ക്ലീൻ ചെയ്ത 1 കിലോ ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു
അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും 1/4 കപ്പ് അളവിൽ തേങ്ങാ ചിരകിയതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 2 ഏലക്കയും 4 ഗ്രാമ്പും 1 ഇഞ്ച് വലുപ്പമുള്ള ഒരു കറുവപ്പട്ടയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളകും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൈവിടാതെ ഇങ്ങനെ ഇളക്കി എടുക്കണം, ഇല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി എടുക്കേണ്ടതുണ്ട്. ഇനി ഫ്ലെയിം ലോയിലേക്ക് മാറ്റുക, എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം തേങ്ങയുടെ കളർ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം. വറുത്ത തേങ്ങ ചെറിയൊരു ചൂടോടുകൂടി വേണം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ ജാറിലിട്ട് ഈ ഒരു വറുത്ത തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കുക. 2-3 തവണ അരച്ചാലേ നന്നായിട്ട് ഇതുപോലെ ഫൈനായിട്ട് അരച്ച് കിട്ടുള്ളൂ. വറുത്ത തേങ്ങ ഒരിക്കലും വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. അരച്ച അരപ്പ് നമുക്ക് മാറ്റി വെക്കാം. ഇനി ചിക്കൻ കറി തയ്യാറാക്കാനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച ശേഷം സ്റ്റൗ ഓൺ ചെയ്യുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 2 സവോള നീളത്തിലരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കി ഇങ്ങനെ വഴറ്റിയെടുക്കണം. സവോള ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മളിങ്ങനെ വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു 20 മിനിറ്റെങ്കിലും ആവും ഇതൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം വെക്കേണ്ടത്. സവോള ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ തക്കാളി ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ലോയിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റ് നേരം ഇതിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ചിക്കനിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഇനി ചിക്കൻ വേവുന്നതിന് ആവശ്യമായ ഒരു 2 കപ്പ് അളവിൽ ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കറി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. കറി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ പിന്നെ അടച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കേണ്ടതുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് ചെറു തീയിലിരുന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് അതിലേക്ക് നേരത്തെ വറുത്ത് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അരപ്പെല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിരിക്കണം. ഇനി ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൂടി വേവിക്കാൻ വെക്കാം. ഇപ്പോൾ ഏതാണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വറുത്തരച്ച നാടൻ ചിക്കൻ കറി അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.